അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ശഅബാൻ മാസം 26. ഇനിയും 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാത്രമേ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ബാക്കിയുള്ളൂ. റമദാനിലെ നോമ്പ് വളരെ ശ്രേഷ്ഠമാണ്. നോമ്പ് നോൽക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്, പാപമോചനമുണ്ട്. അതേപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്നതും വളരെ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തറ ഇൻദകുമുസ് സ്വായിമൂന വാക്കല ത്വആമക്കുമുൽ അബ്റാറു വസല്ലത്ത് അലൈക്കുമുൽ മലായികത്തു. അഫ്തറ ഇൻദകുമുസ് സ്വായിമൂന, നിങ്ങളുടെ അടുക്കൽ വന്ന് നോമ്പനുഷ്ഠിച്ചവർ നോമ്പ് തുറക്കട്ടെ. വാക്കല ത്വആമക്കുമുൽ അബ്റാറു, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിക്കട്ടെ. വസല്ലത്ത് അലൈക്കുമുൽ മലായികത്തു, മലക്കുകൾ അവർക്ക് വേണ്ടി, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യട്ടെ. അതായത് പുണ്യവാന്മാരായ ആളുകൾ നമ്മുടെ അടുക്കൽ വന്ന് നോമ്പനുഷ്ഠിക്കുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയും തമ്മിൽ 6 കടമകളുണ്ട്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിൽ 6 ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. അതിലൊന്ന് കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ യർഹമുക്കല്ലാ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഇയാൾക്ക് ഉപദേശം തേടേണ്ടി വന്നാൽ, എന്തെങ്കിലും ഉപദേശം അയാൾക്ക് നൽകേണ്ടി വന്നാൽ അയാൾക്ക് ഉപദേശിക്കുക, അതല്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റിയവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് വേണ്ട ഉപദേശം നൽകുക എന്നുള്ളതാണ്. മറ്റൊന്ന് രോഗമായാൽ ചെന്ന് കാണുക എന്നുള്ളതും മരിച്ചാൽ കൂടെ പോവുക എന്നുള്ളതുമാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത്. നോമ്പ് തുറക്കാൻ ആരെങ്കിലും ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. നമ്മുടെ വീട്ടിലേതിനേക്കാൾ നല്ല ഭക്ഷണമാണോ അല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല. അവിടെ പോയി നോമ്പ് തുറക്കാൻ നാം തയ്യാറാകണം. നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.